പക്ഷേ അത് വിജയത്തിലേക്കോ എന്നതിൽ ഇപ്പോൾ ആകാംക്ഷയുണ്ട്. DRDOയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള അന്വേഷ EOSN-1 എന്ന ഉപഗ്രഹം ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരു കമ്പനിയായ ഓർബിറ്റ് എയ്റോസ്പേസ് വികസിപ്പിച്ച മറ്റൊരു ഉപഗ്രഹം, ബഹിരാകാശത്ത് തന്നെ ഇന്ധനം നിറയ്ക്കാൻ ശേഷിയുള്ള ആയുൾസാറ്റ് ആയിരുന്നു ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട മറ്റൊരു ഉപഗ്രഹം. ഹൈദരാബാദിലെ ടേക്ക് മീ ടു സ്പേസ്, ഇയോൺ സ്പേസ് എന്നീ കമ്പനികൾ ചേർന്ന് നിർമ്മിച്ച MOI-1, അതോടൊപ്പം തന്നെ ഇൻഡോ മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹം എന്നിങ്ങനെ 16 ഉപഗ്രഹങ്ങളുമായാണ് PSLV ഈ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നിട്ടുള്ളത്. അത് വിജയത്തിൽ എത്തുമോ, കൃത്യമായി ഭ്രമണപഥത്തിലേക്ക് ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ സാധിക്കുമോ? ആദ്യ 2 ഘട്ടങ്ങൾ വിജയമായിരുന്നു. ഇനി 3-ാം ഘട്ടം ഇതിൽ ഏറ്റവും നിർണായകമാണ്. ആ ഘട്ടം വിജയിക്കുമോ എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ഉള്ളത്. സ്പെയിനിൽ നിന്നുള്ള ഓർബിറ്റൽ പാരഡിഗത്തിൻ്റെ ഇനീഷ്യൽ ഡെമോൺസ്ട്രേറ്റർ ഉപഗ്രഹം കൂടിയാണ് ഇതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് വേർപെടുത്തുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന, അതായത് ദൗത്യത്തിന് ശേഷം ഭൂമിയിലേക്ക് ഈ ഉപഗ്രഹം തിരികെ വരുന്ന ഉപഗ്രഹം കൂടി ഉൾപ്പെടുന്ന ഒരു ദൗത്യം ആയിരുന്നു ഇത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതിൻ്റെ ഏറ്റവും സങ്കീർണമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. അജയ് സുധാ ബിജു കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. അജയ്, എന്തായാലും ആശങ്ക എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഏതാണ്ട് 6 മിനിറ്റ് ആയിരുന്നു 3-ാമത്തെ ഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടത്. അത് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അത് വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. പകരം സംവിധാനങ്ങൾ പ്രവർത്തനശേഷി ഉണ്ടോ എന്നതിൽ വ്യക്തതയില്ല. എന്താണ് സംഭവിക്കുന്നത്? അഭിലാഷ്, ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സാങ്കേതിക വിദഗ്ധർ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 3-ാം ഘട്ടം പൂർത്തിയായതായിട്ടായിരുന്നു അവിടുത്തെ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന കാര്യം. ആ സമയത്ത് ചില ആളുകൾ കയ്യടികളെല്ലാം മുഴക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉപഗ്രഹവും അതുപോലെ തന്നെ ഈ സ്റ്റേഷനും തമ്മിലുള്ള ബന്ധം അത് ചെറിയ രീതിയിൽ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപഗ്രഹത്തെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും 3-ാം ഘട്ടം കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷം മെയ്യിൽ വിക്ഷേപിച്ച ഈ PSLVയുടെ ഉപഗ്രഹം അത് പരാജയപ്പെട്ടത് 3-ാം ഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു 3-ാം ഘട്ടം, നിർണായകമായിട്ടുള്ള 3-ാം ഘട്ടം തന്നെയായിരുന്നു ഏറ്റവും ആശങ്ക നിലനിന്നിരുന്നത്. ആ 3-ാം ഘട്ടത്തിലെ ഈ ഖര എഞ്ചിൻ ജ്വലിപ്പിച്ചുകൊണ്ടുള്ള 3-ാം ഘട്ടം അത് പൂർത്തിയായെന്നാണ് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. 4-ാം ഘട്ടത്തിലേക്ക് കടന്നു എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അതിനിടയിൽ ചെറിയൊരു ആശയക്കുഴപ്പം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവിടെ ഉദ്യോഗസ്ഥർ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവർ വളരെ ആശങ്കയോടെ തന്നെ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല, മറ്റ് ബ്രസീൽ, അതുപോലെ തന്നെ നേപ്പാൾ, അതുപോലെ സ്പെയിൻ, UK തുടങ്ങി മറ്റ് പല രാജ്യങ്ങളിലുള്ള പേലോഡുകളും ഇതിനകത്ത് PSLV വെഹിക്കിളിനകത്തുണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ നോക്കി കാണുകയാണ്. കഴിഞ്ഞ ദൗത്യം പരാജയപ്പെട്ടത്, കഴിഞ്ഞ വർഷം മെയ്യിൽ പരാജയപ്പെട്ട ദൗത്യം, അതും ഈ 3-ാം ഘട്ടത്തിലെ ഒരു സാങ്കേതിക പ്രശ്നം കാരണമായിരുന്നു അത് പരാജയപ്പെടാനുണ്ടായത്. എന്നാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം അത് വിശദീകരിച്ചുകൊണ്ട് ISRO കുറിപ്പൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു. എന്തായാലും എപ്പോഴും ഏതെങ്കിലും ഒരു ദൗത്യം പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തരായി തിരിച്ചു വരാൻ തന്നെയാണ് ISRO എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ്, ചെറിയൊരു ഇടയ്ക്ക് സംഭവിച്ച ബ്ലാക്ക് ഔട്ട്. ഇതിനു മുൻപേ പല ദൗത്യങ്ങളിലും ഇടയ്ക്ക് ഇതുപോലെ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകാറുണ്ട്. അത് ചില ഭൗമ പ്രതിഭാസങ്ങൾ, ഇപ്പോൾ സോളാർ വിൻഡ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട്, കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്ന പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളാണോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് നിലവിൽ പരിശോധിച്ച് വരുന്നത്. ഉടൻ തന്നെ ഉപഗ്രഹവും അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേഷനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അതുതന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ EOSN-1 അന്വേഷ എന്ന് പറയുന്ന ഉപഗ്രഹം തന്നെയാണ് ഈ പറഞ്ഞ പേലോഡുകളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇത് DRDO വികസിപ്പിച്ചെടുത്ത ഒരു പോളാർ സൺ സിൻക്രഷൻ ഓർബിറ്റൽ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ ഇത് നിലവിൽ ഒരു ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു വാണിജ്യ വിക്ഷേപണം വഴിയാണ് ഈ ഉപഗ്രഹത്തെ നിലവിൽ സ്പേസിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും
DRDO ആണ് ഇതിൻ്റെ നിർമ്മാണത്തിലും മറ്റു കാര്യങ്ങളിലെല്ലാത്തിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇത് പ്രവർത്തിക്കുന്ന ഹൈപ്പർ സിങ്ക്രണൈസിംഗ് ഇമേജിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വഴി ഭൂമിയെ കൂടുതൽ മിഴിവേകിയ ദൃശ്യങ്ങൾ വഴി നിരീക്ഷിക്കുകയാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഇതുവഴി സാധാരണ ഇപ്പോൾ ഭൗമ നിരീക്ഷണം, അതുപോലെ തന്നെ കാലാവസ്ഥാ നിർണ്ണയം, അതുപോലെ പരിസ്ഥിതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ, ഇവ മാത്രമല്ല നമ്മുടെ സുരക്ഷ, ഇപ്പോൾ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന ഇപ്പോൾ അതിർത്തിയിലെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവഴി ശക്തമാക്കാൻ, ഈ അന്വേഷ വഴി ശക്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ വളരെയധികം നിർണായകമായിട്ടുള്ളൊരു ഉപഗ്രഹം തന്നെയാണ് EOS N1 അന്വേഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ 8 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബഹിരാകാശത്തെത്തി അവിടെ ഇന്ധനം നിറച്ചതിന് ശേഷം, അവിടെ ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറച്ചതിന് ശേഷം തിരിച്ചെത്താൻ സാധിക്കുന്ന ഉപഗ്രഹം, അതായത് ആയുർസാറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ഓർബിറ്റൈഡ് ആണ് ഇത്തരത്തിൽ ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഈ ദൗത്യങ്ങളുണ്ട്. അതുമാത്രമല്ല UK, ബ്രസീൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുണ്ട്. ബ്രസീലിൻ്റെ ഒരു ടെക്നിക്കൽ മാപ്പിംഗ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പേലോഡാണ് വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ UKയും തായ്ലൻഡും കൂടി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അത് നിലവിൽ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേപ്പാളിൻ്റെ ഒരു ടെക്നിക്കൽ ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ്, ഒരു പരീക്ഷണ ഉപഗ്രഹമാണ് നേപ്പാളിൻ്റെ, അവരുടെ പ്രാഥമിക ഘട്ടത്തിലുള്ള ഒന്നാണ്, അത് വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. പിന്നെ ഇതിലേറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു ദൗത്യമാണ് സ്പെയിൻ്റെ ഫ്രാൻസിൻ്റെയും കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേലോഡ്. ഇത് ബഹിരാകാശത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഭൂമിയിൽ സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ഒരു പേലോഡാണ്. അപ്പോൾ ഇതിൻ്റെ വിക്ഷേപണവും ഇതിനകത്തുണ്ട്. അപ്പോൾ മൊത്തം 16 പേലോഡുകളാണ്, നമ്മുടെ അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകൾ ഇതിനകത്തുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞർ കൃത്യമായി ഇതിൻ്റെ ട്രാക്കിംഗ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് ഔട്ട് സംഭവിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ തീവ്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അജയ് സൂചിപ്പിക്കുന്ന പോലെ സാധാരണ നിലയിൽ ISROയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രഖ്യാപനം വൈകുക തന്നെയാണ്. സാധാരണ ഒരു 6 മിനിറ്റ്, അതായത് 3-ാം ഘട്ടത്തിലേക്ക് കടന്നാൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് 6 മിനിറ്റ് ദൈർഘ്യം എന്നതാണ്. അതിനുള്ളിൽ വിജയ പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. ISROയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ആദ്യത്തെ ദൗത്യം എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല PSLV എന്നത് ISROയുടെ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. അതായത് ഈ ISROയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതാ അല്പസമയം മുമ്പ് കുതിച്ചുയർന്നതാണ് നമ്മൾ കണ്ടത്. ഇതാണ് PSLV എന്ന റോക്കറ്റ്, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ റോക്കറ്റ് എന്നതാണ് PSLVക്ക് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വിശേഷണം. ആ വിശേഷണം ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ കഴിഞ്ഞ മെയ് 18-ന് അപ്രതീക്ഷിതമായി PSLVയുടെ ദൗത്യം പരാജയപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ ദൗത്യം പരാജയപ്പെട്ടത് എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല ISRO. പക്ഷേ അതിനു മുമ്പ് തന്നെ ISRO അടുത്ത ഒരു ദൗത്യത്തിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് PSLV C62 എന്ന ദൗത്യം ഇപ്പോൾ പുറപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദൗത്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവ് അതാണ് എടുത്തു പറയേണ്ടത്. അതായത് മറ്റ് പല ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങളും അതല്ലെങ്കിൽ കേന്ദ്രങ്ങളും നിർമ്മിക്കുന്ന റോക്കറ്റുകളേക്കാൾ ചെലവ് ചുരുക്കി ആണ് ഇന്ത്യക്ക് ഇത്തരം വിക്ഷേപണങ്ങൾ നടത്താൻ പറ്റുന്നത്. പല ദൗത്യങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന പല ദൗത്യങ്ങൾക്കും എടുത്തു പറയേണ്ടത് ഈ ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടി വരുന്ന നിർമ്മാണ ചെലവിനേക്കാൾ കുറഞ്ഞ ചിലവാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതാകട്ടെ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള DRDO വികസിപ്പിച്ചെടുത്ത അന്വേഷ എന്ന സാറ്റലൈറ്റ് ആയിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. എങ്കിൽ ഇൻഡോ മൗറീഷ്യസ് സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ കൂടി വഹിക്കുന്ന 16 ഉപഗ്രഹങ്ങളുമായി പുറപ്പെട്ട ഒരു ദൗത്യം. ആ ദൗത്യത്തിന് എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അജയ്, എന്തായാലും പ്രഖ്യാപനം വൈകുന്നു എന്നതിൽ നിന്ന് തന്നെ സാങ്കേതിക പ്രശ്നം നേരിടുന്നു എന്നതാണ്. ഇനി അറിയേണ്ടത് എവിടെയാണ് ആ പിഴവ് സംഭവിച്ചത്. അതായത് മെയ് 18-നുണ്ടായ വിക്ഷേപണത്തിൽ 3-ാം ഘട്ടത്തിലായിരുന്നു പിഴവ് സംഭവിച്ചത് എങ്കിൽ ഇപ്പോൾ ഈ 3-ാം ഘട്ടവും വിജയിച്ചതിന് ശേഷം ഉപഗ്രഹത്തിൻ്റെ ആശയവിനിമയം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഉപഗ്രഹം നമ്മുടെ റഡാറിന് പുറത്തേക്ക് പോയി
എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ അല്പസമയത്തിനകം ISRO വ്യക്തത വരുത്തും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ, അഭിലാഷ്. എന്തായാലും ഈ വിക്ഷേപണ ശേഷം ഉണ്ടാകേണ്ട വിശദീകരണം അത് നിലവിൽ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഉപഗ്രഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ISRO മേധാവി മാധ്യമങ്ങളെ കണ്ട് മറ്റ് വിശദീകരണങ്ങൾ നടത്തേണ്ടതായിരുന്നു. എന്നാൽ ആ സമയം പിന്നിട്ടു. ഇപ്പോൾ ആ ഒരു ഉപഗ്രഹവുമായി ആ ബന്ധം സ്ഥാപിക്കാൻ ഇപ്പോൾ നിലവിൽ വൈകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു തത്സമയ സംപ്രേഷണം അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായിരുന്നു. അതിപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് തത്സമയ സംപ്രേഷണം ഇപ്പോൾ ISROയുടെ. അപ്പോൾ നിലവിൽ തത്സമയ സംപ്രേഷണം ആരംഭിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനം ഈ ഉപഗ്രഹവുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദൗത്യം. അത് നിലവിൽ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ എറർ അത് കട്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് ഘട്ടത്തിലാണ് എപ്രകാരമാണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ മുതൽ തന്നെ ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻസ് അത് ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിലനിന്നിരുന്നു. അവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചത് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാലാം ഘട്ടം അത് തുടങ്ങി എന്ന് തന്നെയാണ്. മൂന്നാം ഘട്ടം ആ ഖരരൂപത്തിലുള്ള ഇന്ധനത്തിൻ്റെ ജ്വലനം നടന്നു കഴിഞ്ഞ് അതിൻ്റെ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് സ്ക്രീൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ മറ്റ് അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഒന്നും കൃത്യമായി വന്നിരുന്നില്ല. മൂന്നാം ഘട്ടം ആരംഭിച്ച അനൗൺസ്മെൻറ്റ് നടന്നിരുന്നു. എന്നാൽ അതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് പിന്നീട് ഉണ്ടായില്ല. ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തത്സമയ സംപ്രേഷണം നടക്കുന്നുണ്ട്. അതിലോട്ട് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ ഇനി മിനിറ്റുകൾക്കകം തന്നെ ഒരു വിശദീകരണം കൃത്യമായി എന്താണ് ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇപ്പോൾ ബാക്കി ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുൾപ്പെടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.